പാലക്കാട്ടെ വേടന്റെ പരിപാടിക്കിടെയുണ്ടായ തിക്കിലും തിരക്കിലും 1,70,75,552 രൂപ നഷ്ടമുണ്ടായതായി നഗരസഭാ സെക്രട്ടറി. പണം നൽകണമെന്നാവശ്യപ്പെട്ട് പരിപാടിയുടെ സംഘാടകരായ പട്ടികജാതി വികസന വകുപ്പിന് പാലക്കാട് നഗരസഭ നോട്ടീസ് നൽകി. കോട്ട മൈതാനത്തെ ഇരിപ്പിടങ്ങളും വേസ്റ്റ് ബിന്നുകളും നശിപ്പിച്ചതായും പരാതിയിൽ പറയുന്നുണ്ട്. ഗോകുൽ VS പാലക്കാട് നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗോകുൽ, വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് മുൻപ് തന്നെ ഇവർ പറഞ്ഞതാണ്. ഇതിപ്പോൾ ഈ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ എന്താണ്? എത്രത്തോളം നാശനഷ്ടം ഉണ്ടായി എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ടോ? 1,70,75,552 രൂപയുടെ നാശനഷ്ടം നഗരസഭയ്ക്ക് ഉണ്ടായി എന്നുള്ളതാണ് നഗരസഭ പറയുന്നത്. ഇത് സംബന്ധിച്ച് ഇതിൽ നഷ്ടപരിഹാരം അടയ്ക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംഘാടകർക്ക്, അതായത് പട്ടികജാതി സംരക്ഷണ വകുപ്പിനാണ് ഇത്തരത്തിലൊരു നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഈ തുക മുഴുവനായി അടക്കണം, ഇല്ലാത്ത പക്ഷം നിയമ നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് ഈ നോട്ടീസിൽ പറയുന്നത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പാലക്കാട് സൗത്ത് പോലീസിലും പരാതി നൽകിയിട്ടുണ്ട്. പരിപാടിയുടെ സംഘാടകർ പട്ടികജാതി വികസന വകുപ്പാണ്. അപ്പോൾ അവർക്കെതിരെയാണ് നോട്ടീസ് നൽകുകയും പിന്നീട് പാലക്കാട് സൗത്ത് പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. ഇനി പട്ടികജാതി വികസന വകുപ്പാണ് അവർ ഈ പണത്തിൽ അടയ്ക്കുമോ അല്ലയോ എന്നുള്ളതാണ് ഇനി അടുത്തായി അറിയേണ്ടത്. ആ കോട്ടമൈതാനത്തുണ്ടായിരുന്ന ബെഞ്ചുകളും വേസ്റ്റ് ബിന്നും തകർത്തു എന്നുള്ളതാണ് പറയുന്നത്. നമുക്ക് അറിയാം, വലിയ തിരക്ക് ആൾക്കൂട്ടം വേടന്റെ പരിപാടിക്കിടെ ഉണ്ടായി. അനിയന്ത്രിതമായ ആൾക്കാർ എത്തിയ സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഈ സാഹചര്യത്തിലാണ് പാലക്കാട് നഗരസഭ ഇത്തരത്തിലൊരു നോട്ടീസ് നൽകുന്നത്. ശരി, 1,70,75,552 രൂപയുടെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നാണ് നഗരസഭാ സെക്രട്ടറി പറയുന്നത്. പണം നൽകണമെന്നാവശ്യപ്പെട്ട് പരിപാടിയുടെ സംഘാടകരായ പട്ടികജാതി വികസന വകുപ്പിന് പാലക്കാട് നഗരസഭ നോട്ടീസും നൽകിയിട്ടുണ്ട്.